ഫോർത്ത് യൂണിറ്റിലെ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എയർ നാവിഗേഷൻ സിസ്റ്റം that helps aircrafts to land safely even in adverse weather conditions. അതായത് പുവർ വെതർ കണ്ടീഷൻസ് ആകുമ്പം എയർക്രാഫ്റ്റിനെ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ലോക്കലൈസർ, ഗ്ലൈഡ് സ്കോപ്പ്, മാർക്കർ ബീക്കൺസ്, അപ്രോച്ച് ലൈറ്റ്സ്, ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് ഒരു ILS സിസ്റ്റത്തിന് മെയിനായിട്ട് ഉണ്ടാവുന്നത്. അപ്പം അതിൽ ലോക്കലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 പാർട്ട് ഉണ്ടായിരിക്കും. ലോക്കലൈസറിന് ഒരു ഗ്രൗണ്ട് പാർട്ടും ഒരു ഗ്രൗണ്ടിൽ ഒരു ആൻറ്റിന ഉണ്ടാവും. അതേപോലെ എയർക്രാഫ്റ്റിൽ അതിൻ്റെ ഒരു റിസീവർ സെക്ഷനും ഉണ്ടാവും. ഗ്ലൈഡ് സ്ലോപ്പും അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ റൺവേൻ്റെ അടുത്തായിട്ടൊരു ആൻറ്റിന സിസ്റ്റം ഉണ്ടാവും. എയർക്രാഫ്റ്റിൽ അതിൻ്റെ ഒരു റിസീവർ സെക്ഷനും ഉണ്ടാവും. മാർക്കർ ബീക്കൺസിനും സെയിം പോലെ തന്നെയാണ്. ഗ്രൗണ്ടിൽ ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ റിസീവ് ചെയ്യാൻ എയർക്രാഫ്റ്റിൻ്റെ നോസിൻ്റെ അടുത്ത് റിസീവേഴ്സ് ഉണ്ടായിരിക്കും. അപ്രോച്ച് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺവേൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ലൈറ്റ്സിനെയാണ് അപ്രോച്ച് ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോക്കലൈസർ യൂസ് ചെയ്യുന്ന വെച്ചാൽ ലോക്കലൈസർ യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ് ദാറ്റ് ലൈൻസ് അപ്പ് എയറോപ്ലെയിൻ വിത്ത് റൺവേ. അതായത് റൺവേയിൽ എയറോപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ റൺവേൻ്റെ കറക്റ്റ് സെൻട്രൽ ലൈനിലൂടെ ആണ് എയർക്രാഫ്റ്റിന് പോകേണ്ടത്. അപ്പം അത് കാണിക്കാൻ വേണ്ടി, അത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ILSൻ്റെ സെറ്റപ്പിനാണ് ലോക്കലൈസേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഈ റൺവേയിൽ ഉയരത്തു നിന്ന് വന്നിട്ട് റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ടച്ച് ഡൗൺ പോയിന്റ്, റൺവേയിൽ ഏത് പോയിന്റിൽ ടച്ച് ചെയ്യണം, തൊടണം അല്ലെങ്കിൽ താന്ന് ഇറങ്ങണം, ആ പോയിന്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അതിന് ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഗ്ലൈഡ് സ്ലോപ്പാണ്. മാർക്കർ ബീക്കൺസ് അതേപോലെ തന്നെ റൺവേയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, റൺവേയിലേക്ക് എത്തുന്ന സമയത്ത്, ഓരോ പൊസിഷൻ എത്തുന്ന സമയത്ത് ഇപ്പം എത്രയാണ് ഉയരം, ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ, റൺവേയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണുള്ളത്, അങ്ങനത്തെ ഇൻഫോർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കർ ബീക്കൺസ് യൂസ് ചെയ്യുന്നത്. അപ്രോച്ച് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നത് പൈലറ്റിന് നല്ല വിസിബിൾ ആവാൻ വേണ്ടി, റൺവേ അതിൻ്റെ അറ്റങ്ങളൊക്കെ നല്ല വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യം ലോക്കലൈസർ എന്താണെന്ന് നോക്കാം. ഇത് ലോക്കലൈസർ ആൻറ്റിന. ലോക്കലൈസറിന് 2 പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ലോക്കലൈസർ ആൻറ്റിന ഗ്രൗണ്ട് എക്യുപ്മെൻറ്റും അതേപോലെ ലോക്കലൈസർ സിഗ്നൽ റിസീവർ, അത് ഓൺബോർഡ് എക്യുപ്മെൻ്റ് ആണ്, എയർക്രാഫ്റ്റിനകത്താണ് ഉണ്ടാവുന്നത്. അപ്പം ഇതാണ് റൺവേൻ്റെ അടുത്ത് കാണുന്ന ലോക്കലൈസർ ആൻറ്റിനേൻ്റെ ഫോട്ടോ. അപ്പം ഇതിപ്പോൾ റൺവേ ആണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ ഇതാണ് ലോക്കലൈസർ ആൻറ്റിന. ഇപ്പോൾ ഇതിലൂടെ ആയിരിക്കും എയർക്രാഫ്റ്റ് വരുന്നത്. റൺവേൻ്റെ ഈ അറ്റത്ത്, റൺവേ കഴിഞ്ഞിട്ടുള്ള ഈ അറ്റത്ത് ഇതേപോലുള്ളൊരു ആൻറ്റിന വ്യൂഹം ഉണ്ടാവും, ഒരു അറേ ഓഫ് ആൻറ്റിന ഉണ്ടായിരിക്കും. അതിനാണ് ലോക്കലൈസറിൻ്റെ ഗ്രൗണ്ട് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്നും വെരി ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് അത് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് പ്രൊവൈഡ്സ് അസിമുത്ത് ആംഗിൾ ഇൻഫോർമേഷൻ. അസിമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആംഗിൾ ഇൻഫോർമേഷനാണ് നമ്മൾ അസിമുത്ത് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ റൺവേയിലേക്ക് കയറുന്ന വിമാനങ്ങൾ, എയർക്രാഫ്റ്റ് ഈ സൈഡിലൂടെയും ഈ സൈഡിലൂടെയും ഒക്കെ വരും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കറക്റ്റ് റൺവേൻ്റെ ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് റൺവേൻ്റെ സെൻട്രൽ ലൈനിലൂടെ പോകണം. അപ്പോൾ അതിന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കലൈസർ ആൻറ്റിന യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ആൻറ്റിനയിൽ നിന്നും സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിന് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതായത് ഹൊറിസോണ്ടൽ ആൻറ്റിന ലൊക്കേറ്റഡ് അറ്റ് ദ ഓപ്പോസിറ്റ് എൻഡ് ഓഫ് ദി റൺവേ. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് 2 സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒന്ന് 90 ഹെർട്സ് മോഡുലേഷനിലും മറ്റേത് 150 ഹെർട്സ് മോഡുലേഷനിലുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റ്, അതായത് അത് ഓവർലാപ്പ് ചെയ്യുന്ന 2 സിഗ്നൽ ഓവർലാപ്പ് ചെയ്യുന്ന എവിടെയായിരിക്കും കറക്റ്റ് സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എയർക്രാഫ്റ്റിന് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റ് ഈ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് മെജോറിറ്റി റിസീവ് ചെയ്യുന്ന സിഗ്നൽസ് ഈ 90 ഹെർട്സ് മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും. ഇപ്പുറത്തു നിന്നാണ് വരുന്നതെങ്കിൽ അത് 150 ഹെർട്സുള്ള സിഗ്നൽ ആയിരിക്കും കൂടുതലായിട്ട് റിസീവ് ചെയ്യുക. അപ്പം ഈ 90 ഹെർട്സുള്ള സിഗ്നൽ കൂടുതലായിട്ട് റിസീവ് ചെയ്യുമ്പോൾ അതിനറിയാൻ പറ്റും, എയർക്രാഫ്റ്റിലെ റിസീവറിന് അറിയാൻ പറ്റും അത് റൺവേൻ്റെ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മൂവ് ചെയ്യണം, പൈലറ്റിന് ആ ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ഇനി ഈ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ കറക്റ്റ് സെൻറ്റർ പിടിക്കണമെങ്കിൽ ഇതിപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ 150 ഹെർട്സുള്ള ഈ സിഗ്നൽസ് ആയിരിക്കും കൂടുതൽ അത് റിസീവ് ചെയ്യുക. അപ്പം അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്
ആർക്ക് നടത്താൻ പറ്റും? പൈലറ്റിന് നടത്താൻ പറ്റും. അപ്പം ഏത് സിഗ്നലാണ്, അപ്പം കറക്റ്റ് ഈ രണ്ട് സിഗ്നലും ഒരേപോലെ റിസീവ് ചെയ്യുന്ന പോയിന്റിൽ, അപ്പം അത് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട്, അപ്പം ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് എയർക്രാഫ്റ്റിൻ്റെ ഈ നോസിൻ്റെ അവിടെ റിസീവർ ഉണ്ടായിരിക്കും, അത് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്തിട്ട് ഒരു ഇൻഡിക്കേറ്ററിലോട്ട് ആക്കിയിട്ട് കോക്പിറ്റിൽ ഇരിക്കുന്ന പൈലറ്റിന് മുമ്പിൽ അത് വിസിബിൾ ആവും. അപ്പം ഇതിലിപ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ ഉയരവും ഹൈറ്റും അതേപോലെ ലെഫ്റ്റ് സൈഡ് ഇൻഫോർമേഷൻ കറക്റ്റായ ഇങ്ങനെയായിരിക്കും ആ നീഡിൽ ഉണ്ടാവുക. ഇത് കുറച്ച് ഇങ്ങോട്ടാണെങ്കിൽ ഈ ലൈന് കുറച്ച് ഇങ്ങനെ ഈ വെർട്ടിക്കൽ ലൈനാണ് ഈ ഒരു സെൻട്രൽ ലൈനാണോ ഇല്ലയെന്ന് കാണിക്കുന്നത്. അപ്പം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണ് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ടോ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് പൈലറ്റിന് മനസ്സിലാവും ഏത് സൈഡിലേക്ക്, ലെഫ്റ്റിലോട്ട് ചരിക്കണോ റൈറ്റിലോട്ട് ചരിക്കണോ, ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്കലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പം ലോക്കലൈസറിൽ ഈ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ രണ്ട് ഫ്രീക്വൻസിയുള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് ഇവിടുന്ന് ഈ 90 ഹെർട്സ് മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക, ഇത്രയും സ്ഥലത്ത് 150 ഹെർട്സ് മോഡുലേറ്റഡ് സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇവിടുന്ന് വരുന്ന ഇതിന് ഏത് പോയിന്റിലാണോ രണ്ട് സിഗ്നൽസും ഒരേപോലെ റിസീവ് ചെയ്യുന്നത് അതാണ് കറക്റ്റ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഓവർലാപ്പിംഗ് ഏരിയ പ്രൊവൈഡ്സ് ഓൺ ട്രാക്ക് സിഗ്നൽ. അപ്പം അതിനാണ് ലോക്കലൈസർ യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ ഇൻഫോർമേഷൻ, അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ, എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് റൺവേൻ്റെ സെൻട്രലിൽ വന്നിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കലൈസർ യൂസ് ചെയ്യുന്നു. അടുത്തത് ഗ്ലൈഡ് സ്ലോപ്പ് ആണ്. ഗ്ലൈഡ് സ്ലോപ്പ് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൈഡ് സ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ റൺവേൻ്റെ അറ്റത്ത് നിന്ന് റൺവേ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും 1000 ഫീറ്റ് അകലെ ആയിരിക്കും. അതായത് റൺവേ ഇവിടുന്ന് അങ്ങോട്ട് റൺവേ ആണെങ്കിൽ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നൊരു 1000 ഫീറ്റ് അകലെ ആയിട്ട് സൈഡിൽ ഇതേപോലത്തെ ഒരു ആൻറ്റിന ഉണ്ടായിരിക്കും. അതിനാണ് ഗ്ലൈഡ് സ്ലോപ്പ് ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ലോക്കലൈസർ പറഞ്ഞതുപോലെ തന്നെ ഗ്ലൈഡ് സ്ലോപ്പിന് ഒരു ഓൺ ബോർഡ് എക്യുപ്മെൻറ്റ് ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആണ് തിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രൽ ലൈൻ കിട്ടും എന്നുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കലൈസർ എന്ന് പറഞ്ഞു. അതേപോലെ ഇങ്ങനെ വരുന്ന എയർക്രാഫ്റ്റിന് ഇപ്പം ഏകദേശം റൺവേൻ്റെ ഇവിടെ ആയിരിക്കും അത് റൺവേൻ്റെ നിലത്ത് ടച്ച് ചെയ്യുന്നത്, ടച്ച് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പം ഇങ്ങനെ ഒന്നും വന്നിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറേ ദൂരത്തു നിന്ന് തന്നെ ഇങ്ങനെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് കുറച്ച് വന്നിട്ട് റൺവേൻ്റെ ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇത് റൺവേൻ്റെ നിലം തൊടുകയാണ് ചെയ്യുക. അപ്പം അത് കറക്റ്റ് സെൻട്രൽ ലൈനിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ടച്ച് ചെയ്യും. അപ്പം അത് എവിടെ ടച്ച് ചെയ്യണം എന്നുള്ള ആ ഒരു വെർട്ടിക്കൽ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൈഡ് സ്ലോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ രണ്ട് ലോബ്സ് ഉണ്ട്. 90 ഹെർട്സ് ഫ്രീക്വൻസി 90 ഹെർട്സ് മോഡുലേഷനും ഉണ്ട്, അതേപോലെ 150 ഹെർട്സ് മോഡുലേഷനും ഉണ്ട്. അപ്പം മുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ ഒരു പാത്ത് അലൈൻഡ് ആയിട്ടില്ല, കുറച്ച് മുകളിലാണുള്ളതെങ്കിൽ 90 ഹെർട്സ് സിഗ്നൽ ആയിരിക്കും കൂടുതൽ റിസീവ് ചെയ്യുക. അപ്പം പൈലറ്റിന് എന്ത് ഇൻഫോർമേഷൻ കിട്ടും, കുറച്ചുകൂടി താഴത്തോട്ടാണ് കറക്റ്റ് പാത്ത് എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടും. ഇനി അതല്ല ഈ ഗ്ലൈഡ് സ്ലോപ്പ് പാത്തിൻ്റെ താഴെയിലൂടെ ഹൈറ്റ് കുറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഈ 150 ഹെർട്സ് സിഗ്നൽ ആയിരിക്കും കൂടുതൽ റിസീവ് ചെയ്യുന്നത്. അപ്പോഴും പൈലറ്റിന് എന്ത് ഇൻഫോർമേഷൻ കിട്ടും, ഈ കുറച്ചുകൂടി മുകളിലോട്ടാണ്. അപ്പം ഈ ഒരു പാത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ഈ പോയിന്റ് എത്തുമ്പോൾ ടച്ച് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സിഗ്നൽസ് ഉണ്ട് വെർട്ടിക്കൽ പ്ലെയിനിൽ ഉണ്ട്, ഒന്ന് 90 ഹെർട്സ് മോഡുലേഷനും ഒന്ന് 150 ഹെർട്സ് മോഡുലേഷനുമാണ്. അതേപോലെ ഇതാണ് കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത്. രണ്ട് സിഗ്നലും 90 ഹെർട്സ് സിഗ്നലും 150 ഹെർട്സ് സിഗ്നലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഏരിയൻ്റെ കറക്റ്റ്. അപ്പം ഇങ്ങനെ വരുന്ന എയർക്രാഫ്റ്റിൻ്റെ നോസിലുള്ള റിസീവറിന് രണ്ട് സിഗ്നലും ഒരേപോലെ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പാത്തിൽ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ അതായിരിക്കും റൺവേയിലോട്ട് വരേണ്ട കറക്റ്റ് പാത്ത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ ഏതാണോ, ഇപ്പം മുകളിലൂടെ വരികയാണെങ്കിൽ 90 ഹെർട്സ് ആയിരിക്കും കൂടുതൽ റിസീവ് ചെയ്യുക. അപ്പം അതിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും, അത് ഈ ഇൻഡിക്കേറ്ററിനെ എനർജൈസ് ചെയ്യുക ചെയ്ത്. അപ്പോൾ കറക്റ്റ് പോയിന്റിലൂടെ വരുമ്പോഴപ്പം ഈ ഒരു ലൈനാണ് ഹൈറ്റിനെ കാണിക്കുന്ന ലൈൻ എന്ന് പറയുന്നത്. അപ്പം കറക്റ്റ് പോയിന്റിലാവുമ്പോൾ മാത്രമേ ഈ ലൈൻ ഇവിടെ സെൻറ്റർ പോയിന്റിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് പൈലറ്റിന് ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പം ഗ്ലൈഡ് സ്ലോപ്പ് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ ആംഗിൾ എലിവേഷൻ ആംഗിൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇൻഫോർമേഷൻ അത് അങ്ങനെ കറക്റ്റ് എങ്ങനെ ടച്ച് ഡൗൺ പോയിന്റ് എവിടെ വരണം അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അടുത്തത് മാർക്കർ ബീക്കൺസ് ആണ്. മാർക്കർ ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് റൺവേ ആണ്. റൺവേയിൽ നിന്ന് കുറച്ചൊരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ നോൺ ഡിസ്റ്റൻസസിൽ 3 ആൻറ്റിനാസ് ഉണ്ടായിരിക്കും. അപ്വാർഡ് ഫേസിങ് ഡയറക്റ്റീവ് ആൻറ്റിനയാണ് 3 യൂസ് ചെയ്യുന്നത്. അപ്പം 3 രീതിയിലുള്ള 3 ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. അപ്പം അതിന് മാർക്കർ ബീക്കൺസ് ആണ് പറയുന്നത്. അത് ഏറ്റവും റൺവേനോട് അടുത്ത് കിടക്കുന്ന ഇതിന് ഇന്നർ മാർക്കർ എന്നും ഇതിന് മിഡിൽ മാർക്കർ എന്നും അതേപോലെ ഇതിന് ഔട്ടർ മാർക്കർ എന്നുമാണ് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് ടു അലേർട്ട് അബൌട്ട് ഓൾട്ടിറ്റ്യൂഡ് ചെക്കിങ്. അപ്പം എയർക്രാഫ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ദൂരേന്ന് വരുന്ന സമയത്ത് ഈ ഔട്ടർ മാർക്കർ ബീക്കണിൻ്റെ മേലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുക. ആ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ ഈ നോസിലുള്ള റിസീവർ റിസീവ് ചെയ്യുമ്പം 2 ഇൻഫർമേഷൻ അതിന് റിസീവ് ചെയ്യും. അതായത് ഒരു ഓഡിയോ സിഗ്നലും കിട്ടും, അതേപോലെ ഒരു ഫ്രീക്വൻസി സിഗ്നലും അതിന് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ ഈ ഔട്ടർ മാർക്കറിൻ്റെ മുകളിൽ പൈലറ്റിന് 2 ഇൻഫർമേഷൻ, വിഷ്വൽ ഇൻഫർമേഷനും അതേപോലെ ഓഡിയോ ഇൻഫർമേഷനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് പൈലറ്റിൻ്റെ മുമ്പിൽ ഇതേപോലുള്ളൊരു വിഷ്വൽ ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. ഒന്ന് ബ്ലൂ കളറ് ലൈറ്റ്, ഒന്ന് ആംബർ മഞ്ഞ കളറായിരിക്കും, ഒന്ന് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഔട്ടർ മാർക്കറിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് ഈ ഔട്ടർ മാർക്കറിൽ നിന്നുള്ള സിഗ്നൽ ഇത് റിസീവ് ചെയ്തിട്ട് അത് ഡീകോഡ് ചെയ്യും. അപ്പം അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഈ ബ്ലൂ ലൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, പൈലറ്റിന് മുമ്പിൽ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പം പൈലറ്റിന് മനസ്സിലാവും ഏകദേശം ഇത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് മനസ്സിലാവും. അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അപ്പോൾ അത്ര ഡിസ്റ്റൻസിലാകുമ്പോൾ ഇത്ര ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും ഉണ്ടാവുമെന്ന് അറിയും. അതേപോലെ കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ മിഡിൽ മാർക്കർ ഉണ്ട്, പിന്നെ ഇന്നർ മാർക്കറും ഉണ്ട്. അപ്പം അത് മാർക്കർ ബീക്കൺസ് യൂസ് ചെയ്യുന്നത് ഈ ഓൾട്ടിറ്റ്യൂഡ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് റൺവേയിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസസിൽ 3 മാർക്കർ ബീക്കൺസ് ഉണ്ടാവും. മാർക്കർ ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡയറക്റ്റീവ് ആൻറ്റിനാസ് ആണ്. ഇവിടുത്തെ ആൻറ്റിന അപ്വാർഡ് ഫേസിങ്, അവിടെ നിന്നായിരിക്കും ആൻറ്റിന ഉണ്ടാവും, മുകളിലോട്ടാണ് സിഗ്നൽ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഔട്ടർ മാർക്കറാണ്. ഔട്ടർ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കലി റൺവേയിൽ നിന്നും 4 to 7 മൈൽസ് എവേ ആയിരിക്കും. ഇപ്പം റൺവേ എവിടെയാണെങ്കിൽ 4 to 7 മൈൽസ് അപ്പുറമായിരിക്കും ഔട്ടർ മാർക്കർ ഉണ്ടായിരിക്കുക. ആ ഔട്ടർ മാർക്കറിൻ്റെ മേലിലൂടെ എയർക്രാഫ്റ്റ് പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, റിസീവർ ഡിറ്റക്ട് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈലറ്റിന് മുമ്പിൽ ഒരു വിഷ്വൽ ബ്ലിങ്കിങ് ഉണ്ടാവും, ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഔട്ടർ മാർക്കറിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ കളറിലുള്ള ലൈറ്റാണ് എന്ത് ചെയ്യുക, ബ്ലിങ്ക് ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ ഒരു 400 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു ഓഡിയോ സിഗ്നലും കൂടെ, അതിന് മോഴ്സ് കോഡ് എന്നാണ് പറയുക, ഓഡിയോ സിഗ്നലും കൂടെ റിസീവ് ചെയ്യും. അപ്പോൾ അത് പൈലറ്റിന് കോക്ക്പിറ്റിലിരുന്ന് കേൾക്കാൻ പറ്റും. ഡാഷസ് സീക്വൻസിലാണ് ഉണ്ടാവുക. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു എക്സാമ്പിൾ കേൾപ്പിക്കാം. ഇതുപോലെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് മിഡിൽ മാർക്കറാണ്. വർക്കിംഗ് ഒക്കെ നേരത്തെ പോലെ തന്നെയാണ്. ഏകദേശം 0.5 to 0.8 നോട്ടിക്കൽ മൈൽ ഫ്രം റൺവേ ത്രഷോൾഡ്. റൺവേ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ റൺവേ ത്രഷോൾഡ് എന്ന് പറയുന്നത്. അവിടുന്ന് ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കും മിഡിൽ മാർക്കർ വെച്ചിട്ടുണ്ടാവുക, സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് എയർക്രാഫ്റ്റിലെ റിസീവർ അത് റിസീവ് ചെയ്യും, അതിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യും. അത് റിസീവ് ചെയ്യുമ്പോൾ പൈലറ്റിന് മുമ്പിലുള്ള ഈ ആംബർ ലൈറ്റാണ് ബ്ലിങ്ക്. ആംബർ എന്ന് പറഞ്ഞാൽ ഏകദേശം മഞ്ഞ പോലുള്ള കളറാണ്, അതാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1300 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ഓഡിയോ സിഗ്നലും കൂടി, ഒരു മോഴ്സ് കോഡും കൂടി അത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. അത് പൈലറ്റിന് കേൾക്കാൻ പറ്റും. അത് ഡോട്ട് ഡാഷ് സീക്വൻസിലാണ് ഉണ്ടാവുക. ഏകദേശം എങ്ങനെയായിരിക്കും എന്ന് കേൾക്കാം. അതേപോലെ ആയിരിക്കും ഡോട്ട് ഡാഷ് അങ്ങനെ ആയിരിക്കും. അപ്പം പൈലറ്റിന് അത് മിഡിൽ മാർക്കറിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാവും. അടുത്തത് ഇന്നർ മാർക്കറാണ്. ഇന്നർ മാർക്കർ ഏകദേശം റൺവേ ത്രഷോൾഡിൽ നിന്ന് 60 മീറ്റർ വിട്ടിട്ടായിരിക്കും ഇന്നർ മാർക്കർ ഉണ്ടാവുക. റൺവേ തുടങ്ങുന്നതിൻ്റെ 60 മീറ്റർ മുമ്പിൽ. അതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ കോക്ക്പിറ്റിലുള്ള വൈറ്റ് ലൈറ്റ് ആയിരിക്കും, ഒരു വൈറ്റ് ബ്ലിങ്കിങ് ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ ഒരു 3000 ഹെർട്സ് ഉള്ള ഓഡിയോ സിഗ്നൽ, ഒരു മോഴ്സ് കോഡും കൂടെ
എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. അത് പൈലറ്റിന് കേൾക്കാൻ പറ്റും. അത് കേൾക്കുന്ന സമയത്ത് അത് ഇന്നർ മാർക്കറിൽ നിന്നുള്ളതാണ് പൈലറ്റിന് മനസ്സിലാവും. ഇവിടുത്തെ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 dots per second, ഒരു സെക്കൻഡിൽ 6 ഡോട്ട് എന്നുള്ള രീതിയിലാണ് അതെങ്ങനെയാണെന്നുള്ളത് കേൾക്കാം. ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഇന്നർ മാർക്കറിൽ നിന്ന് വരുന്ന സിഗ്നലാണ്. ഇതിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവാം, ഇതേപോലെയാണ് ഔട്ടർ മാർക്കർ, മിഡിൽ മാർക്കർ, ഇന്നർ മാർക്കർ ഇങ്ങനെ. അപ്പം ഇത് ഓൺ ബോർഡ് എക്യുപ്മെൻ്റ് ആണ്, ഈ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അപ്പം നോസിൽ ഉണ്ടാകുന്ന ആൻറ്റിന വഴി സിഗ്നൽ റിസീവ് ചെയ്തിട്ട് ഇവിടെ 3 ഫ്രീക്വൻസി ഫിൽറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നാണ് വരുന്നതെങ്കിൽ 400 Hz ആയിരിക്കും വരിക. അപ്പോൾ അത് മാത്രം ഇതിലൂടെ പാസ് ചെയ്ത് പോകും. അത് മാത്രം ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുക ചെയ്യുക. ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സിഗ്നൽ വരുന്നതെങ്കിൽ ഔട്ടർ മാർക്കർ എന്നുള്ളതെന്ന് ഉറപ്പാണ്. അപ്പം എന്ത് ചെയ്യും, ഈ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, കൂടെ അതിൻ്റെ മോഴ്സ് കോഡും കൂടെ വരും. അപ്പോൾ ടൈപ്പ് ഔട്ടർ മാർക്കറാണെന്ന് മനസ്സിലാവും. അതേപോലെ ഈ ഫിൽറ്ററിലൂടെയാണ് വരുന്നതെങ്കിൽ 1300 Hz സിഗ്നൽ മാത്രമാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഏതെന്നാണ്, മിഡിൽ മാർക്കറിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാവും. അപ്പം മഞ്ഞ ആംബർ ലൈറ്റ് ആയിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇന്നർ മാർക്കറിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് ഈ ഫിൽറ്ററിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. 300 Hz മാത്രം കടത്തിവിടുന്ന ഫിൽറ്റർ. അപ്പം അത് ഈ വെള്ള ലൈറ്റിന് ബ്ലിങ്ക് ചെയ്യിക്കും. അപ്പം പൈലറ്റിന് മനസ്സിലാവും അത് ഇന്നർ മാർക്കറിൽ നിന്നുള്ള സിഗ്നലാണെന്ന് മനസ്സിലാവും. അടുത്തത് അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം ആണ്. ലൈറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ഓൺ ദി അപ്രോച്ച് എൻഡ് ഓഫ് ദി എയർപോർട്ട് റൺവേ. അതായത് റൺവേൻ്റെ ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്ന ആ ഭാഗത്തിനാണ് അപ്രോച്ച്. അപ്പോൾ അവിടെ എവിടെ തുടങ്ങുന്നു, അപ്പോൾ ആ അപ്രോച്ച് എൻഡിൽ ഫിറ്റ് ചെയ്തേക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ അപ്രോച്ച് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് സ്ട്രോബ് ലൈറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലൈറ്റ് ബാർസ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടും ഒക്കെ അപ്രോച്ച് ലൈറ്റ്സ് ഉണ്ടാവും. അത് പൈലറ്റിന് ഒരു വിഷ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ ആണെങ്കിൽ പൈലറ്റിന് റൺവേയിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും റൺവേൻ്റെ അറ്റം എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട്, അപ്പോൾ സിഗ്നൽസ് ഒന്നും കറക്റ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും കറക്റ്റായിട്ടൊരു വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കുറേ റൺവേൻ്റെ സൈഡിൽ കുറേ ലൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ രാത്രി അല്ലെങ്കിൽ വിസിബിൾ പുവർ വെതർ കണ്ടീഷൻസിൽ ഇതേപോലെ ഈ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് റൺവേൻ്റെ അറ്റം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് കറക്റ്റ് സെൻറ്റർ ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് അപ്രോച്ച് എൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പല സ്റ്റാൻഡേർഡ്സിലുള്ളതുണ്ട്, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പാണ്. ഇതിൽ കുറേ ലൈറ്റ്സ് ഉണ്ട്, ഇതിൽ കുറച്ച് ലൈറ്റ്സേ ഉള്ളൂ. അപ്പോൾ പല രീതിയിലുള്ള അപ്രോച്ച് സിസ്റ്റംസ്, ലൈറ്റ് സിസ്റ്റംസ് ഉണ്ട്. ILSൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഗ്രൗണ്ട് ലോക്കലൈസർ ആൻറ്റിന VHF സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് സെൻട്രൽ ലൈനിലോട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഗ്ലൈഡ് സ്ലോപ്പ് ആൻറ്റിന അൾട്രാ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ടച്ച് ഡൗൺ പോയിന്റ് എവിടെയാണെന്നുള്ളതിൻ്റെ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടിലുള്ള ലോക്കലൈസർ ആൻഡ് ഗ്ലൈഡ് സ്ലോപ്പ് ആൻറ്റിന ലൊക്കേറ്റഡ് ചെയ്ത എയർക്രാഫ്റ്റിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ റിസീവർ പോർഷൻ അത് രണ്ടും റിസീവ് ചെയ്തിട്ട് കോക്പിറ്റിലുള്ള ഇൻഡിക്കേറ്ററിലോട്ട്, നേരത്തെ കാണിച്ച വട്ടത്തിലുള്ള ഇൻഡിക്കേറ്ററിലോട്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അത് these signals activate the vertical and horizontal needles inside the ILS indicator to tell the pilot either go left, right or go down. അതായത് അതിൽ നിന്ന് കിട്ടുന്ന ആ സിഗ്നൽ എന്ത് ചെയ്യും, ഈ ILS ഇൻഡിക്കേറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് നോക്കിയാൽ കഴിഞ്ഞാൽ പൈലറ്റ് എന്ത് ചെയ്യും, മനസ്സിലാവും ലെഫ്റ്റ് റൈറ്റ് ആണോ, ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ, അതിന് ഹൈറ്റ് ആണെങ്കിൽ മുകളിലോട്ട് പോകണോ താഴോട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പം രണ്ട് നീഡിൽസും സെൻറ്റേർഡ് ആണെങ്കിൽ കറക്റ്റ് സെൻറ്ററിലാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഹൈറ്റും റെഡിയാണ്, വെർട്ടിക്കൽ പൊസിഷനും റെഡിയാണ്, ഹൊറിസോണ്ടൽ പൊസിഷനും റെഡിയാണ്. ഇത് കറക്റ്റ് സെൻറ്റർ ലൈൻ ആയിരിക്കും, ഹൈറ്റും കറക്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ടച്ച് ഡൗൺ പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറക്റ്റ് വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും മുമ്പിൽ ഉണ്ടാകുന്ന ഇൻഡിക്കേറ്ററിൽ ഉണ്ടാവുക. ഇതിലിപ്പം സെൻട്രലാണ് ഇത് രണ്ടും വരുന്നത്, കറക്റ്റ് സെൻട്രൽ ലൈനിന് നേരത്തെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഹൈറ്റിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇതൊന്ന് താഴോട്ടോ ഒന്ന് മുകളിലോട്ടോ ആ രീതിയിലാണ് രണ്ട് രീതി കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ പൈലറ്റിന് മനസ്സിലാവും ഞാൻ കറക്റ്റ് ഇതിൽ തന്നെയാണോ പോകുന്നത് അല്ലേ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കറക്റ്റ് എല്ലാ സിസ്റ്റം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് എങ്ങനെയാണ് ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ എയർക്രാഫ്റ്റ് ഇങ്ങനെ കറക്റ്റ് വരുന്ന സമയത്ത് ഇത് ലോക്കലൈസർ എന്നുള്ള സിഗ്നലാണ്, ഇത് ഗ്ലൈഡ് സ്ലോപ്പ് സിഗ്നലാണ്. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്റർ പോയിൻറ്റും ഇത്
വെർട്ടിക്കൽ ഇതുമാണ് കാണിക്കുന്നത്. അതിങ്ങനെ കറക്റ്റ് ചെയ്ത് വരും. ഇത് മാർക്കർ, ഔട്ടർ മാർക്കർ ബീക്കൺ എന്നുള്ള സിഗ്നൽ, ഇത് മിഡിൽ മാർക്കർ എന്നുള്ള സിഗ്നൽ, ഇത് ഇന്നർ മാർക്കർ എന്ന സിഗ്നൽ. ഇതിനടുത്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഈ ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി റേഞ്ചിൽ എത്തുന്ന സമയത്ത് എയർക്രാഫ്റ്റ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഏരിയയിൽ എത്തുമ്പം ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും, ഒരു ഡാഷ് സീക്വൻസിലുള്ള ഓഡിയോ കേൾക്കാൻ പറ്റുകയും ചെയ്യും. ഇനി ഇതേപോലെ വന്നിട്ട് ഇവിടെ ഈ മിഡിൽ മാർക്കറിൻ്റെ റേഞ്ചിലെത്തുന്ന സമയത്ത് ഈ മഞ്ഞയായിരിക്കും ബ്ലിങ്ക് ചെയ്യുക, കൂടെ ഡോട്ട് ഡാഷ് സീക്വൻസിലൊരു സൗണ്ടും കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. സെൻറ്റർ ലൈനും ഹൈറ്റും കൂടെ കുറച്ച് റെഡി ആവാനേ ഉള്ളൂ. അവിടെ എത്തുമ്പം സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി ഇന്നർ മാർക്കറിലാണ്. ഇന്നർ മാർക്കറിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് അടുത്ത സൗണ്ട് കേൾക്കാൻ പറ്റും. വൈറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ടച്ച് ഡൗൺ പോയിന്റിൽ എത്തുമ്പോഴേക്കും ഇത് കറക്റ്റ് റെഡി ആയിട്ട് വരും, ഈ ഒരു ഇൻഡിക്കേറ്റർ. അപ്പം ഇവിടെ ടച്ച് ഡൗൺ പോയിന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ലിമിറ്റേഷൻസ് ഓഫ് ILS ആണ്. ILSന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ആൻറ്റിനേൻ്റെ ഒക്കെ കോംപ്ലക്സിറ്റി കാരണം അതിന് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ അറേഞ്ച്മെൻറ്റ്. അതേപോലെ തന്നെ കുറേ ഏരിയ വേണ്ടി വരും. റൺവേൻ്റെ ചുറ്റുപാട് വേറെ ഒന്നും ഇല്ലാതെ കുറേ ഏരിയ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറേ ഏരിയ അക്വയർ ചെയ്യേണ്ടി വരും. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുറച്ച് കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെ ലോക്കലൈസർ സിസ്റ്റം കുറച്ച് സെൻസിറ്റീവാണ്. ഈ അടുത്ത് വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സിഗ്നൽസ് ഒക്കെ തട്ടിയിട്ട് ഇത് കുറച്ച് സെൻസിറ്റീവാണ്. അപ്പോൾ റോങ് ഇൻഫർമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എയർപോർട്ടിൻ്റെ റൺവേൻ്റെ ആ ഭാഗത്ത് ഒരുപാട് ഏരിയ അക്വയർ ചെയ്യേണ്ടതായിട്ട് വരും. വേറെ ഒന്നും ഇല്ലാത്ത കുറേ ഏരിയ ഒഴിഞ്ഞ് കിട്ടേണ്ടി വരും. പിന്നെ ആ ഏരിയ തന്നെ നമ്മളുടെ ആ ഒരു ഭൂപ്രകൃതി കുറച്ച് സ്ലോപ്പ് ഉള്ളതല്ലെങ്കിൽ ഒരു അൺഈവൻ ആണെങ്കിൽ അവിടെ ഗ്രൗണ്ടിൽ തട്ടിയിട്ട് തന്നെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. റിഫ്ലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അപ്പം പാത്ത് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. ആ റിഫ്ലക്ഷൻസ് വരുന്ന സമയത്ത് എയർക്രാഫ്റ്റ് അത് റിസീവ് ചെയ്യുമ്പം അതിന് റോങ് ഇൻഫർമേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ILSൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോർഷന് അടുത്ത വീഡിയോയിൽ പറയാം.